വരാനിരിക്കുന്ന നിലമ്പൂർ ബൈ ഇലക്ഷനിൽ CPIM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥി CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള M. സ്വരാജാണ്. സ്ഥിരം ബൈ ഇലക്ഷൻ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് CPIM നിലമ്പൂരിൽ തയ്യാറെടുക്കുന്നത്. നിലമ്പൂരിൽ M. സ്വരാജ് ജയിക്കണം, നിലമ്പൂരിൽ M. സ്വരാജ് ജയിച്ചേ പറ്റൂ, നിലമ്പൂരിൽ M. സ്വരാജ് ജയിക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് CPIM-ൻ്റെ തവനൂർ MLA ആയിട്ടുള്ള KT ജലീൽ. എന്തുകൊണ്ടാണെന്നും വ്യക്തമായിട്ട് KT ജലീൽ പറയുന്നുണ്ട്. M. സ്വരാജിൻ്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിത്വത്തിനിടയിൽ ഏറ്റവും ചർച്ചയാവുന്ന ഒരു കുറിപ്പാണ് M. സ്വരാജിനെ കുറിച്ച് KT ജലീൽ എഴുതിയിട്ടുള്ളത്. ജലീൽ പറയുന്നത് ഇങ്ങനെയാണ്: M. സ്വരാജ് കേരളത്തിന് സുപരിചിതമായ നാമം, കഴിവും പ്രാപ്തിയും അറിവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, സംശുദ്ധമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ, വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ജനകീയ മുഖം, എഴുത്തും വായനയും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ നേതാവ്, അരുതായ്മകളോടും തൊഴിലാളി വിരുദ്ധ നിലപാടുകളോടും സന്ധി ചെയ്യാത്ത മനുഷ്യസ്നേഹി, ഫാസിസ്റ്റ് ദുർബോധങ്ങൾക്കെതിരായ പോരാട്ടത്തിൻ്റെ മുന്നിൽ മാറുവിരിച്ച് പട നയിക്കുന്ന പോരാളി, എല്ലാ വർഗീയ ശക്തികളോടും ഒരു കഴിവും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന കലർപ്പില്ലാത്ത മതേതരവാദി, പൊതുപ്രവർത്തകരിൽ ദാർശനിക ഭാവവും ലാളിത്യവും സ്വായത്തമാക്കിയ പ്രതിഭ, വിനയവും നിഷ്കപടതയും സമന്വയിച്ച ചുവപ്പിൻ്റെ പ്രതീകം, അസൂയയും കുശുമ്പും തൊട്ടു തീണ്ടാത്ത യഥാർത്ഥ വിപ്ലവകാരി, അധസ്ഥിതരുടെയും ന്യൂനപക്ഷങ്ങളുടെ നിലവിളികൾക്ക് കാതുകൊടുത്ത കമ്മ്യൂണിസ്റ്റ്, റീൽസും കുതന്ത്രങ്ങളും ജനങ്ങളെ പൊട്ടിസാക്കലും പയറ്റാതെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ, സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ന്യായത്തിൻ്റെ പക്ഷത്ത് ലാഭനഷ്ടങ്ങൾ നോക്കാതെ നിലയുറപ്പിച്ച രാജ്യസ്നേഹി, സംസാരത്തിലും പെരുമാറ്റത്തിലും മാന്യത കൈവിടാതെ തൻ്റെ വാദമുഖങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അനിതര സാധാരണ വൈഭവമുള്ള നിപുണൻ, പ്രസംഗകലയിൽ തൻ്റേത് മാത്രമായ പാത വെട്ടിത്തെളിയിച്ച ശ്രദ്ധേയനായ പ്രഭാഷകൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതൃനിരയിലേക്ക് ഏറനാട് സംഭാവന ചെയ്ത സമരഭടൻ, നേര് പറയാൻ ഒരു തമ്പുരാനെയും ഭയപ്പെടാത്ത ഉശിരൻ, മലപ്പുറത്തിൻ്റെ ഗരിമ ലോകം കേൾക്കെ വിളിച്ചു പറയാൻ ലവലേശം പിശുക്ക് കാണിക്കാത്ത തേരാളി, സഖാവ് കുഞ്ഞാലി നടന്ന വഴികളിലൂടെ പൊന്നരിവാളും ചുറ്റികയും വാനോളം ഉയർത്തിപ്പിടിച്ച് അടിവതറാതെ ചൂടുകൾ വെക്കാൻ കാലം കരുതി വച്ച ചന്താരകം. സ്വരാജ് എന്ന വാക്കിന് മഹാത്മാഗാന്ധി നൽകിയ അർത്ഥം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ഇന്ത്യ എന്നാണ്. ഭാവിയിൽ ആ വാക്ക് എല്ലാ രാഷ്ട്രീയ മാലിന്യങ്ങളിൽ നിന്നും നിലമ്പൂരിനെ മുക്തമാക്കിയവെന്ന അർത്ഥത്തിലാകും മലയാള പദാവലികളിൽ എഴുതി ചേർപ്പെടുക. പഴപ്പുറ്റാണെന്ന് നിലമ്പൂരുകാർ ധരിച്ചവരൊക്കെ പാമ്പിൻ പുറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞ വർത്തമാനകാലത്ത് ആത്മാർത്ഥതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഇഴുകിച്ചേർന്ന സ്വരാജനാകട്ടെ ഇത്തവണത്തെ വോട്ട്. വലതുപക്ഷ രാഷ്ട്രീയക്കാർ വെട്ടിവീഴ്ത്തി അരുങ്കൊല ചെയ്ത വീരരക്തസാക്ഷി സഖാവ് കുഞ്ഞാലിയുടെ യഥാർത്ഥ പിൻഗാമിയായി സ്വരാജ് കേരള നിയമസഭയിൽ ഉണ്ടാകണം. സ്വരാജ് ജയിക്കും, സ്വരാജ് ജയിക്കണം, സ്വരാജ് ജയിച്ചേ പറ്റൂ. ഇത്തരം പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് KT ജലീൽ എഴുതിയിട്ടുണ്ട്. എന്താണ് M. സ്വരാജ് എന്നും M. സ്വരാജിന് എന്താണ് വിശേഷങ്ങളെന്നും വ്യക്തമായിട്ട് KT ജലീൽ പറയുന്നുണ്ട്. നിലമ്പൂരിൽ എന്തായാലും ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് തന്നെയാണ് CPIM തയ്യാറെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ബൈ ഇലക്ഷൻ പോലെ ഒരു പരീക്ഷണത്തിന് ഇത്തവണ CPIM മുതിരുന്നില്ല. വ്യക്തമായ രാഷ്ട്രീയമായിട്ട് തന്നെ മത്സരിക്കാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഇനി എന്തായാലും നിലമ്പൂരിലെ കളി മാറും. ഇതിന് മുമ്പുണ്ടായിരുന്ന പോലെയല്ല. അരയുടെ ഷൗക്കത്തിന് ടെൻഷൻ കൂടും, VD സതീശന് ടെൻഷൻ കൂടും, K. സുധാകരന് ടെൻഷൻ കുറയും. എന്തൊക്കെയായാലും PVN എന്തായാലും മത്സരിക്കാൻ പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇനി മലപ്പുറത്തെ DCC ഓഫീസ് വരെ ചിലപ്പോൾ അൻവറിന് കോൺഗ്രസ് എഴുതി കൊടുത്തിരിക്കും. എന്തായാലും നിലമ്പൂരിലെ കളി മാറിയിരിക്കുകയാണ്. M. സ്വരാജ് വന്നിരിക്കുകയാണ്. M. സ്വരാജ് ജയിച്ചേ പറ്റൂ, M. സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് തവനൂർ MLA KT ജലീൽ.